ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിലും പഠിപ്പിക്കാഞ്ഞ വല്ലാത്തൊരു ലൈഫ് ലെസൺ ആയിരുന്നു. ഇപ്പം കുറച്ചായിട്ട് ഈ ഉമ്മമാരുടെ കൈമേൽ തൂങ്ങി പിടിച്ചടക്കണ കുഞ്ഞു മക്കളെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സാധനം തോന്നും. അതിപ്പോൾ ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് പ്രായം കൂടിക്കൊണ്ട് വരണതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വലുതാവുമ്പോൾ ആരാവണം, എങ്ങനെയാവണം, എന്താവണം എന്നുള്ളതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മളോട് ചോദിച്ചെല്ലാവരും വെച്ചിട്ടുണ്ട്. പക്ഷേ ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ് ഇസ് വാച്ചിങ് യുവർ പാരൻസ് ഗെറ്റിംഗ് ഓൾഡ്. അതിന് മിക്കവാറും ആരും പ്രിപ്പയർഡ് അല്ല. ഈവൻ നമ്മുടെ പേരൻസ് പോലും പ്രിപ്പയർഡ് ആയിരുന്നുണ്ടാവില്ല. നടത്തത്തിൻ്റെ സ്പീഡ് കുറയും, ആ ഒരു ചുറുചുറുക്ക് കുറയും, മുടി നിരക്കാൻ തുടങ്ങും, വേദനകൾ കൂടി തുടങ്ങും, ബേജാറും ടെൻഷനും സ്ട്രെസ്സും പ്രഷറും അതും കൂടും, പിന്നെ മരുന്നുകൾ, ചില അസുഖങ്ങൾ. അങ്ങനെ ലൈഫ് വിൽ സ്ലോലി പ്രിപ്പയർ അസ് ടു ബിക്കം പേരൻസ് ടു അവർ ഓൺ പേരൻസ്, ടു ടേക്ക് കെയർ ഓഫ് ദം. ഓഫ് കോഴ്സ് കാലം മാറുന്നതനുസരിച്ച് പ്ലേറ്റ്സ് വിൽ ടേൺ. നമ്മളെ കൈപിടിച്ച് നടത്തിച്ച പേരൻസിനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കൈപിടിച്ച് നടത്തിക്കുക. നമ്മൾ ചോറ് വാരി കൊടുക്കാൻ തുടങ്ങും, ചെരുപ്പിട്ട് കൊടുക്കാൻ തുടങ്ങും. പണ്ട് ഫാമിലി വിറപ്പിച്ച് നടന്ന വാപ്പമാരിപ്പോൾ പൂക്കികളായിട്ട് കുട്ടികൾ പറഞ്ഞാൽ മാത്രം അനുസരിക്കുള്ളൂ എന്നുള്ള സംഭവത്തിലേക്കും എത്തും. കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൈ പിടിച്ച് നടക്കാനും നടത്തിക്കാനും ഉള്ള സാഹചര്യവും സമയവും മനസ്സും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ. ഓരോ പേരൻസും ഓരോ മക്കൾക്ക് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു പ്രിയപ്പെട്ട ചാപ്റ്റർ അല്ലേ. എന്താല്ലേ കാലം പോയൊരു പോക്ക്.